Hello friends, welcome to Riya's Kitchen Vibes. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആണ്. കടകളിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ വളരെ ക്രഞ്ചി ആയിട്ട് ഇതെങ്ങനെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ഇതിന്റെ തൊലി കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുക്കാം. നല്ല നീളമുള്ള ഉരുളക്കിഴങ്ങാണ് ഫ്രൈസ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. ചെറുതാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ കാണാനൊന്നും ഒരു ഭംഗി കാണത്തില്ല. പിന്നെ കടയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത് നല്ല നീളമുള്ള ഫ്രൈസ് ആണല്ലോ. തൊലി കളഞ്ഞെടുക്കുന്ന ഉരുളക്കിഴങ്ങ് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിലേക്ക് ഇട്ട് വെക്കാം. ഇപ്പൊ എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഇതിന്റെ 4 വശവും ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് സ്ക്വയർ ഷേപ്പിലോട്ട് ആക്കിയെടുക്കണം. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. തീരെ അങ്ങ് വണ്ണം കുറച്ച് കളയരുത്. ഈ ഒരു വലുപ്പത്തിൽ വേണം മുറിച്ചെടുക്കാനായിട്ട്. ഇനി ഇത് നീളത്തിൽ മുറിച്ചെടുക്കാം. തീരെ കനം കുറച്ച് അരിഞ്ഞെടുക്കരുത്. അത്യാവശ്യം കനം വേണം. ഈ ഒരു നീളത്തിലും വീതിയിലും ഒക്കെയാണ് കറക്റ്റ് ആയിട്ട് നമ്മൾ മുറിച്ചെടുക്കേണ്ടത്. ഇത്രയും കനം കാണണം. അരിഞ്ഞു വെക്കുന്ന കഷ്ണങ്ങൾ നേരെ നല്ല തണുത്ത വെള്ളത്തിലോട്ട് ഇട്ട് വെക്കണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കറുത്തു പോകും. ഒരു 15 മിനിറ്റ് ഈ വെള്ളത്തിൽ കിടന്നതിന് ശേഷം വാരിയെടുക്കാം. ഇനി ഈ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. അതിനുവേണ്ടി വെള്ളം വെച്ച് നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അധികം നേരം ഇട്ട് വെക്കരുത്. മാക്സിമം 2 മിനിറ്റ് നന്നായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇതിൽ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്താണ് തിളപ്പിച്ചിരിക്കുന്നത്. ഇപ്പൊ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം. ഇതിലെ വെള്ളം ഒന്ന് വലിഞ്ഞു പോവാനായിട്ട് നേരെ ടിഷ്യൂയിലോട്ട് നിരത്തിയിടാം. ഇനി ഒരു ടിഷ്യൂവോ കിച്ചൺ ടവലോ വെച്ച് ഇതിലെ വെള്ളം നന്നായിട്ട് ഒപ്പിയെടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാൻ പോവാണ്. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പം വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ എണ്ണയിലും അധിക സമയം ഉരുളക്കിഴങ്ങ് വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മൾ രണ്ടാമത് ഒന്നുകൂടെ വറുത്തെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിലും ഒരു മാക്സിമം 2 മിനിറ്റ് മാത്രമേ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാവൂ. ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങുമ്പോൾ കോരിയെടുക്കാം. ഇപ്പൊ ഇതായിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എല്ലാ ഉരുളക്കിഴങ്ങും ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. വീണ്ടും ഇതുപോലെ ടിഷ്യൂവിൽ വിരിച്ചിടാം. ഇതിലെ എണ്ണയൊക്കെ ഒന്ന് വലിയണം. ഇതിന്റെ ചൂടൊന്ന് മാറിയതിനു ശേഷം ഞാൻ ഇതൊരു കണ്ടെയ്നറിൽ അടിച്ച് ഫ്രിഡ്ജിന്റെ ഫ്രീസറിൽ സൂക്ഷിക്കാൻ പോവാണ്. ഒരു 2 മണിക്കൂറിന് ശേഷം മാത്രം ഞാൻ ഇനി ഇത് വറുത്തെടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി വെക്കാവുന്നതാണ്. പിന്നെ ആവശ്യമുള്ള സമയത്ത് എടുത്ത് വറുത്താൽ മതി. ഇപ്പൊ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വീണ്ടും എണ്ണ ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പം ഓരോ കഷ്ണങ്ങളായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം. ഈ ഉരുളക്കിഴങ്ങ് ഒരുപാട് സമയം എണ്ണയിൽ ഇട്ടുകൊണ്ടിരിക്കരുത്. പെട്ടെന്ന് തന്നെ വറുത്ത് കോരണം. അല്ലെങ്കിൽ ഇതങ്ങ് ചുവന്ന് മൂത്തു പോകും. മാക്സിമം 1 മിനിറ്റ് 1.5 മിനിറ്റ് മാത്രമേ ഇത് ആയി വരാൻ എടുക്കത്തുള്ളൂ. ഒന്ന് ക്രിസ്പി ആയി തുടങ്ങുമ്പോൾ തന്നെ കോരി മാറ്റണേ. ഇപ്പൊ ഇതായി വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് മാറ്റാം. അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കുറെ അധികം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ തവണ നമ്മൾ വറുത്തതുപോലെ വറുത്ത് ആറിയതിനു ശേഷം കണ്ടെയ്നറിൽ ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് വറുത്താൽ മതിയാവും. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.